ചുണ്ടുകളിൽ സദാസമയവും പ്രവാചക തിരുമേനിയുടെ പേരിലുള്ള സ്വലാത്തുകളാൽ സമ്പന്നമാക്കി പാരത്രിക നന്മകൾ കൊതിക്കുന്നവർക്കും ജാതിമത ഭേദമന്യേ നൂറ് പ്രശ്നങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവർക്കും ആത്മീയാനുരാഗത്തിന്റെ പ്രതീക്ഷാ വെട്ടവുമായി പതിനായിരക്കണക്കിന് വിശ്വാസികൾ മാസം തോറും ഒത്തുകൂടി എല്ലാം സർവ്വലോക രക്ഷിതാവിലേക്ക് സമർപ്പിക്കുന്ന 43ാമത് മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസ് നാളെ രാവിലെ 9 മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. ആരോരുമില്ലാത്തവർക്ക് അത്താണിയായും പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമായും യതീം മക്കൾക്ക് ഉപ്പയായും പാവപ്പെട്ടവർക്ക് തുണയായും എണ്ണമറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നാടിന് തണലേകുന്ന നാടിന്റെ ആത്മീയ നായകൻ മനമുരുകിയുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹു നൽകിയ ഉത്തരങ്ങൾ ദിനം പ്രതി അനുഭവ സാക്ഷ്യങ്ങളായി കാണിച്ചു തരുന്ന അഹ്ലു ബൈത്ത് കുടുംബത്തിന്റെ സുഹൃത മലരായ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുന്ന 43ാമത് മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസിൽ നിരവധി സയ്യിദന്മാരും സാദാത്യങ്ങളും ആലിമീങ്ങളും പങ്കെടുക്കുമ്പോൾ ഈ പുണ്യ മജ്ലിസിൽ പങ്കെടുത്ത് പുണ്യം നേടാനും പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാനും മുഴുവൻ ദീനീ സ്നേഹികളെയും ആത്മീയ ദാഹികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നാളെ രാവിലെ 9 മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിലേക്ക്. സൃഷ്ടാവും മലായികത്തും ഏറ്റെടുത്ത സ്നേഹത്തിന്റെ മന്ത്രമാണ് സ്വലാത്ത്, സമാധാനത്തിന്റെ മന്ത്രമാണ് സ്വലാത്ത്. ഓരോ സ്വലാത്തും പുണ്യ പ്രവാചകരെ ഓർക്കലാണ്. നീറുന്ന മനസ്സുകൾക്ക് സമാധാനമാണ് സ്വലാത്ത്. സമാധാനം ശമനത്തിന്റെ പാതയൊരുക്കുന്നു, ശമനം ആനന്ദത്തിന്റെ പ്രകാശം പരത്തുന്നു. ജാതി മതഭേദമന്യേ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സമാശ്വാസത്തിന്റെ വചന സുഹൃതങ്ങൾ ചൊരിഞ്ഞു നൽകുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ മേലെ കൊടക്കാട് നേതൃത്വം നൽകുന്ന 43ാമത് മാസാന്ത സ്വലാത്തുൽ ഫാത്തിഹ് മജ്ലിസും 67 യതീം മക്കൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായ വിതരണവും നാളെ രാവിലെ 9 മണി മുതൽ മേലെ കൊടക്കാട് സെന്ററിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ നിരവധി സയ്യിദന്മാരും സാദാത്യങ്ങളും ആലിമീങ്ങളും ഉമറാക്കളും പങ്കെടുക്കുന്ന പ്രൗഢമനോഹരമായ പുണ്യ സദസ്സിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്.